ഹായ് മകളെ, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളിതാ നാളെ മാത്തമാറ്റിക്സ് എക്സാം എഴുതാൻ പോവുകയാണ്. ഒരുപക്ഷേ ഒരുപാട് ഗ്യാപ്പ് കിട്ടിയൊരു എക്സാം ഈ മാത്തമാറ്റിക്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എത്രയൊക്കെ പഠിച്ചാലും ടെൻഷൻ ഒരു കുറവുമില്ലാത്ത വിദ്യാർത്ഥികളാണ് നമ്മൾ എന്ന് പറയുന്നത് അല്ലേ. അതൊരു സ്വാഭാവികം മാത്രമാണ്. നാളത്തെ പരീക്ഷ കുറേ ആളുകൾക്ക് ടഫാകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് എളുപ്പമാവുകയും അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എൻജോയ് ദ ജേണി നോട്ട് ദ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പോകുന്ന യാത്രകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് A+ കിട്ടുക, അല്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിനാണ്. അതിൽ ഡെസ്റ്റിനേഷനിൽ എത്തുകയാണെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പിയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. നമ്മൾ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തല്ലേ, അതുകൊണ്ട് എനിക്ക് എന്തായാലും A+ കിട്ടും, ഭയങ്കര എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓവർ കോൺഫിഡൻസ് ആവാതിരിക്കുക. അതായത് നേടിയെടുക്കണം എന്നൊരു വാശി എപ്പോഴും നല്ലതാണ്. പക്ഷേ നമ്മൾ അതിൽ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി പോവുകയാണെങ്കിൽ പല കാരണം കൊണ്ട് ഒരു പക്ഷേ മാർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഡൗൺ ആവും. ഒരിക്കലും നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. കാരണം നമ്മളെ നയിക്കേണ്ടത് നമ്മളാണ്. ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികം മാത്രമാണ്. എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും ടെൻഷൻ. ഏത് കുറച്ച് പഠിച്ച കുട്ടിക്കും ടെൻഷൻ എന്നുള്ളത് ഒരു സ്വാഭാവികം മാത്രമാണ്. രണ്ട് വിഭാഗം കുട്ടികൾക്കാണ് ടെൻഷൻ ഇല്ലാതിരിക്കുക. ആർക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് എല്ലാം പഠിച്ച കുട്ടിക്ക് അവർക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒന്നും പഠിക്കാത്ത കുട്ടിക്ക് അവർക്കും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതിൻ്റെ ഇടയിൽപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ച ഭയങ്കരമായിട്ട് പഠിച്ച കുട്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പഠിച്ച കുട്ടികൾക്ക് ഈ ടെൻഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ഒരു ടെൻഷനുള്ള ആളാണ്. എല്ലാം തികഞ്ഞവരായിട്ട് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലേ. സോ നമ്മളെല്ലാവരും സാധാരണക്കാരാണ് പ്രിയപ്പെട്ട മക്കളെ. അപ്പോൾ നാളത്തെ എക്സാം നിങ്ങൾക്ക് എന്തായാലും അടിപൊളി ആവട്ടെ. പിന്നെ ഇന്ന് നടക്കുന്ന സൂപ്പർ 60 എന്ന് പറയുന്ന ആ ഒരു ലൈവ് കൂടി നിങ്ങൾ കണ്ടുപോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ പറയുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരു പേടിയും പേടിക്കേണ്ട, നിങ്ങൾക്കും കിട്ടും A+ കേട്ടോ. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡിൽ പോവുക. നല്ല ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികളാണ്. ശരിക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ വിജയിച്ച് കഴിഞ്ഞവരാണ്. ഇനി നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളൊരു സമയം മാത്രമാണ് നാളെ എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിറും സബ്ര സൈലൽ ലേണിംഗ്. അപ്പോൾ എല്ലാ +1 വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്.